ഇത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു വീഡിയോ അല്ല, ഇതൊരു സക്സസ്ഫുൾ സ്റ്റോറിയും അല്ല. പക്ഷേ ഇത് തളർന്നു പോയ ഒരു സ്ത്രീയുടെ ശബ്ദമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു സിംഗിൾ മദറിൻ്റെ ഒരനുഭവം. യൂഷ്വലി ബന്ധങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തകരുന്നത് നമ്മുടെ ഹാർട്ടല്ല, നമ്മുടെ ഹൃദയമല്ല ആദ്യം തകരുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെയാണ്. നമ്മൾ വിചാരിക്കും, എനിക്ക് എന്താണൊരു കുറവ്, അല്ലെങ്കിൽ ഞാൻ പോരായിരുന്നോ, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാം സഹിച്ചിട്ട് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ തലച്ചോറിനകത്തൊരു ലൂപ്പ് പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങും. സോ ഒരു സിംഗിൾ മദർ ആവുമ്പോഴത്തേക്കും ഈ ചോദ്യങ്ങളുടെ കൂടെ ഒരു എക്സ്ട്രാ ചോദ്യം അല്ലെങ്കിൽ ഒരു ഭാരം കൂടെ ഉണ്ടാവും, നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത്. സോ കുട്ടിയുടെ മുമ്പിൽ ശക്തിയാകണം, സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു നിശബ്ദത പാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൾച്ചേർഡായിട്ട് നിൽക്കണം. എന്നിട്ട് രാത്രികളിലാവുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്ക് സഫർ ചെയ്യുക, ഒറ്റയ്ക്ക് കരയുക. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ വരുമ്പം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് രീതി എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കംപ്ലീറ്റ്ലി തകർക്കുന്നതിനപ്പുറം നീ ഇനഫല്ല, നീ പോരാ, നിനക്ക് കുറവുകളുണ്ട് എന്ന് ആവർത്തിച്ച് ഒരാൾ കേൾക്കുമ്പം അയാളുടെ മനസ്സ് വല്ലാണ്ട് പതറിപ്പോവാറുണ്ട്. അത് കേട്ട് അയാളുടെ മനസ്സ് പതുക്കെ ക്ഷീണിക്കും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പലർക്കും തോന്നുന്നത് ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. ഞാൻ തന്നെ പലതവണ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ ഒന്ന് കൂളായിട്ടിരുന്നാൽ എന്താ, ഒന്ന് കൂളായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്താ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കാര്യങ്ങൾ അത്രയും ഈസി ആയിരുന്നുവെങ്കിൽ നമ്മളത് ചെയ്തേനെ. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളത് എടുക്കാതെ നമ്മൾ വിഷമിക്കുന്നതല്ല. പകരം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് അഫക്റ്റഡ് ആവുന്നത്. പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾ കിടക്കുന്ന ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ വിജയമായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ വരെ നമുക്കുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ മദർ എന്ന് പറയുമ്പം റിയാലിറ്റി, ആ സിംഗിൾ മദർ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലല്ല, അതൊരു ഉത്തരവാദിത്വമാണ്, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊന്ന് തളർന്നു പോയാലും, സിംഗിൾ മദർ തളർന്നു പോയാലും വിശ്രമമില്ല എന്നുള്ളതാണ്. ബ്രേക്ക് എടുക്കാൻ സാധിക്കത്തില്ല, ബ്രേക്ക് എടുക്കാൻ സിസ്റ്റം അനുവദിക്കില്ല. നമ്മൾ മെൻ്റലി ഒത്തിരി ഡൗൺ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നൊരു ടാസ്ക്, നമുക്ക് എഴുന്നേൽക്കാൻ വയ്യ എന്നുണ്ടെങ്കിലും, നമുക്ക് ജീവിക്കാൻ തന്നെ നമുക്കൊരാഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടി വരികയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ സിസ്റ്റം നമുക്ക് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ക്ഷീണിക്കുന്നത് നിൻ്റെ ദൗർബല്യമല്ല, വീക്ക്നെസ് അല്ല. യു ഹാവ് സ്ട്രെങ്ത് ഇൻ യു. നിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇറ്റ്സ് ബിഗ്, ഇറ്റ്സ് ഹ്യൂജ്. അതുകൊണ്ടാണ് ഈ വിഷമിക്കുമ്പോഴും നിനക്കിങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ തോട്ടിനെ റീഫ്രെയിം ചെയ്യണം, അല്ലെങ്കിൽ തോട്ടിലൊരു ഷിഫ്റ്റ് കൊണ്ടുവരണം. ബന്ധം പരാജയപ്പെട്ടത് എൻ്റെ വ്യക്തിത്വം, എൻ്റെ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ വാല്യൂ കുറഞ്ഞത് കൊണ്ടല്ല, പകരം എൻ്റെ വാല്യൂമായിട്ട് ഒത്തുപോകാത്ത ഒരു മനുഷ്യനുമായി ജീവിക്കേണ്ടി വരും. അപ്പോൾ ഒത്തുപോകാത്ത മനുഷ്യരുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം നമ്മളിന്നും ജീവിക്കുന്നുണ്ട്, നമ്മളിപ്പോഴും അമ്മയാണ്. ഞാൻ എന്നും എൻ്റെ കുട്ടിക്കൊരു സുരക്ഷയാണ്, അല്ലെങ്കിൽ നീ എന്നും നിൻ്റെ കുഞ്ഞിനൊരു സുരക്ഷയാണ്. അപ്പോൾ അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സിംഗിൾ മദറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ ആയിരം ശക്തരായ സ്ത്രീകൾ നിങ്ങളുടെ പിന്നിലുണ്ട്. നിൻ്റെ തകർച്ച എന്ന് പറയുന്നത് നിൻ്റെ അവസാനമല്ല,
ഇത് ഒരു റീബിൽഡിംഗ് ആണ്, നിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിചാരിക്കുക. ഇന്ന് ശ്വാസമെടുക്കാൻ മാത്രമേ നിനക്ക് പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. നാളേക്കായിട്ട് അതിമതിയാകും. നാളത്തെ കാര്യങ്ങൾ ചെയ്യാൻ നാളെയല്ലേ. അപ്പോൾ ഇന്ന് നിനക്കൊരു ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പറ്റുന്നുവെങ്കിൽ അത് മതിയാവും. നിങ്ങൾ വിജയിച്ചൊരു മനുഷ്യനാണ്, വിജയിച്ചൊരു സ്ത്രീയാണ്, വിജയിച്ചൊരു അമ്മയാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബി സ്ട്രോങ്, ബി ഗുഡ്, ഹാവ് എ നൈസ് ഡേ.